പാർവതി പാർട്ട് 14. രാത്രി വസ്ത്രങ്ങളെല്ലാം അടക്കി വെക്കുമായിരുന്നു പാറു. അപ്പോഴെല്ലാം അവളുടെ ചിന്തകൾ ഇന്നലെ നടന്ന കാര്യത്തിലായിരുന്നു. ശിവ മുറിയിൽ വരുമ്പോൾ ഡ്രസ്സും പിടിച്ച് എന്തോ ആലോചിച്ച് നിൽക്കുന്ന പാറുവിനെയാണ് കാണുന്നത്. അവൻ അവളുടെ അടുത്തേക്ക് വന്നു. പക്ഷേ അവൾ അതൊന്നും അറിഞ്ഞിട്ടേ ഇല്ലായിരുന്നു. അപ്പോഴും അവൾ കാര്യമായ ആലോചനയിലായിരുന്നു. അവളുടെ ആ നിൽപ്പ് കണ്ട് അവനൊരു കുസൃതി തോന്നി. അവൻ അവളുടെ ചെവിയുടെ അരികിൽ പോയി അവളുടെ ചെവിയോരം ടോ എന്ന് പറഞ്ഞതും അവൾ ഞെട്ടിച്ചാടി. എന്താ? അവൾ അന്തമിട്ട് ചുറ്റും വട്ടം കറങ്ങിക്കൊണ്ട് അങ്ങനെ ചോദിച്ചതും അവളുടെ കോപ്രായങ്ങൾ കണ്ട് അവൻ ചിരി വന്നു. അവൻ പൊട്ടിച്ചിരിച്ചു. അവന്റെ ചിരി കേട്ടാണ് അവൾക്ക് ബോധം വന്നത്. അവൾ അവനെ നോക്കുമ്പോൾ അവൻ പൊട്ടിച്ചിരിക്കുകയാണ്. അങ്ങനെ അവനെ ആദ്യമായി കാണുന്നത് കൊണ്ട് അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. ഇയാൾക്ക് ഇങ്ങനെയെല്ലാം ചിരിക്കാൻ അറിയോ ദേവി? പാറു മനസ്സിൽ പറഞ്ഞതാണെന്ന് അവൾ വിചാരിച്ചുവെങ്കിലും അവൾ അറിയാതെ അത് പുറത്ത് ചാടിയിരുന്നു. അത് കേട്ടതും ശിവൻ പെട്ടെന്ന് ചിരിയെല്ലാം നിർത്തി ഗൗരവത്തോടെ അവളെ നോക്കി. അത് കണ്ട് അവളൊന്ന് ഞെട്ടി. ഇയാളെന്താ ഓന്തോ? അവൾ പിറുപിറുത്തുകൊണ്ട് അവൾ തിരിഞ്ഞതും എന്താ നീ പറഞ്ഞേ? അത് കേട്ടതും അവളൊന്ന് ഞെട്ടി അവനെ തിരിഞ്ഞു നോക്കി. അവൻ എന്താണെന്ന പോലെ അവളെ നോക്കി. ഞാനൊന്നും പറഞ്ഞില്ല. അവന്റെ നോട്ടം കണ്ട് അവൾ ഞെട്ടിക്കൊണ്ട് പറഞ്ഞു. നീ ഒന്നും പറഞ്ഞില്ല? അവൻ അതും ചോദിച്ച് അവളുടെ അടുത്തേക്ക് മുന്നോട്ട് നടന്നു വന്നു. അത് കണ്ട് പേടിയോടെ പാറുവിന്റെ കാലുകൾ പുറകിലേക്ക് ചലിച്ചു. അവളുടെ ഹൃദയമിടിപ്പ് അവിടെ ഉയർന്നു കേട്ടു. അവൾ പുറകിൽ പോയി ചുമരിൽ ഇടിച്ചു നിന്നു. അവൻ അവളുടെ അടുത്തേക്ക് വന്നു. നീ ഒന്നും പറഞ്ഞില്ല? അവന്റെ ശ്വാസം അവളുടെ മുഖത്ത് തട്ടിയിരുന്നു. അവളൊരു ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് അവനെ നോക്കി. പെട്ടെന്നാണ് വാതിലും തുറന്ന് ആതിരയുടെ വരവ്. അങ്ങനെയുള്ള അവരുടെ നിൽപ്പ് കണ്ടതും അയ്യോ, ഞാനൊന്നും കണ്ടില്ല. ആതിര അതും പറഞ്ഞ് കണ്ണു പൊത്തി പിടിച്ചു. അത് കണ്ടതും ശിവൻ പെട്ടെന്ന് മാറി നിന്നു. പാറു ആകെ പരിഭ്രമത്തോടെ ശിവനെ നോക്കി. ആതിര കണ്ണും തുറന്ന് അവരെ നോക്കി. ഞാൻ പിന്നെ വരാട്ടോ. അതും പറഞ്ഞ് അവൾ അവിടെ നിന്നും ഒറ്റ ഓട്ടം അങ്ങ് വെച്ചു. അത് കണ്ട് പാറുവിനും ചിരി വന്നിരുന്നു. അത് കണ്ട് ശിവന്റെ മുഖത്തും ഒരു പുഞ്ചിരി വിരിഞ്ഞു. പക്ഷേ അത് അതുപോലെ ഗൗരവത്തിലാവുകയും ചെയ്തു. നിനക്ക് കോളേജ് ഉണ്ടോ നാളെ? എന്നാ കിടക്കാൻ നോക്ക്. അവൻ അതും പറഞ്ഞ് അവന്റെ ലാപ്പ് കയ്യിലെടുത്തു ബെഡിലേക്കിരുന്നു. അവൾ ഡ്രസ്സെല്ലാം അടുക്കി വെച്ചു. നീ ബെഡിൽ കിടന്നോ, ഞാൻ സോഫയിൽ കിടന്നോളാം. അയ്യോ ശിവേട്ട, അതുവേ. അവൾ പറഞ്ഞു മുഴുവിക്കും മുമ്പ് അവന്റെ ഗൗരവത്തിലുള്ള നോട്ടം അവളുടെ നേരെ വന്നതും അവൾ പറയാൻ വന്നത് പറയാതെ പതിയെ കിടക്കയിലേക്ക് കിടന്നു. ഒരു ഓരത്തായി അവൾ കിടന്നു. അതിന്റെ മുമ്പിലായുള്ള സോഫയിൽ അവൻ ലാപ്ടോപ്പുമായി ഇരുന്നു. ലൈറ്റ് ഓഫ് ചെയ്യാതെ അവൾ കിടന്നതും അവൻ അവളെ തിരിഞ്ഞു നോക്കി. അവന്റെ നോട്ടം കണ്ടപ്പോൾ തന്നെ അവൾ ലൈറ്റ് ഓഫ് ചെയ്തു. ലാപ്ടോപ്പ് നോക്കിയിരിക്കുന്ന അവനെ നോക്കി അവൾ കിടന്നു. ഈ ലാപ്ടോപ്പിൽ ഇനി ആരെങ്കിലും ഉണ്ടോ ആവോ? എന്നും രാത്രി ഇതിലാണ് കണ്ണ്. ഇരുട്ടിൽ അതിൽ നോക്കിയിരുന്ന് കണ്ണിന് പ്രശ്നം വരണ്ടെന്ന് വിചാരിച്ച് ലൈറ്റ് ഇട്ടാലോ? അതും പറ്റില്ല. അവൾ അത് പിറുപിറുത്തതും ഉറക്കത്തിൽ ഓരോന്ന് വിളിച്ച് പറയാറുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിനക്ക് ഉറക്കത്തിന് മുമ്പാണോ അങ്ങനെ? എന്റെ ദേവി, അതും കേട്ടോ? അവൾ അത് കേട്ടതും അവളുടെ തലക്കൊന്നു കൊടുത്ത് മിണ്ടാതെ കിടന്നു. രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് പാറു ഭാനുഅമ്മയുടെ കൂടെ അടുക്കളയിൽ ഫുഡ് പാചകം ചെയ്യുമായിരുന്നു. മോളെ, കോളേജില്ലേ, ബാക്കി കാര്യമെല്ലാം ഞാൻ നോക്കിക്കോളാം. എന്നാ ഞാൻ ഫ്രഷ് ആയിട്ട് വരാം ഭാനുഅമ്മേ. അവൾ അതും പറഞ്ഞ് മുറിയിൽ പോയി. പോകുവാൻ ഡ്രസ്സെല്ലാം മാറ്റി നിൽക്കുമ്പോഴാണ് കണ്ണാടിയിലൂടെ ശിവനെ കാണുന്നത്. കയ്യും കെട്ടി ഗൗരവത്തിലാണ് നിൽപ്പ്. അത് കണ്ടതും അവൾ എന്താണെന്ന പോലെ തിരിഞ്ഞു നോക്കി. ഞാൻ നിനക്ക് ഡ്രസ്സ് വാങ്ങി തന്നിരിക്കുന്നത് എല്ലാം ഈ അലമാരയിൽ പൂട്ടി വെക്കാനാണോ? അത് ശിവേട്ട, ഇതെല്ലാം ഉണ്ടല്ലോ, അപ്പോ പിന്നെ ഞാൻ. അവന്റെ പാവം കണ്ടതും അവളൊന്ന് വിക്കി. നിന്റെ പഴയ ഒരു ഡ്രസ്സ് പോലും നീ യൂസ് ചെയ്യരുത്. ഇതാ, ഈ വാങ്ങിയതെല്ലാം ഇട്ടാ മതി ഇനി മുതൽ, കേട്ടില്ലേ? അവനെ നോക്കാതെ അവളൊന്ന് മൂളി. അത് കേട്ടതും അലമാര തുറന്ന് കിട്ടിയ ഡ്രസ്സ് എടുത്ത് ബാത്റൂമിലേക്ക് കയറി.
പേടിയോടെ ഓടുന്ന അവളെ കണ്ടതും അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഡ്രസ്സ് മാറ്റി അവൾ ഇറങ്ങുമ്പോൾ ഒരു ചുവപ്പ് അനാർക്കലിയായിരുന്നു. അത് അവൾക്ക് നന്നായി ചേരുന്നുണ്ടായിരുന്നു. അതുമിട്ട് മടിച്ച് ഇറങ്ങി വരുന്ന പാറുവിനെ കണ്ടതും അവന്റെ കണ്ണ് അവളിൽ തന്നെ പതിഞ്ഞു. എന്തോ ആലോചിച്ചുകൊണ്ട് പെട്ടെന്ന് കണ്ണുകൾ മാറ്റി അവൾ അവനെ നോക്കി. അവൻ അവളെ നോക്കുന്നില്ലെന്ന് കണ്ടതും അവൾ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നു. അവൾ മുടിയെല്ലാം പിന്നിടാൻ തുടങ്ങിയതും മുടി പിന്നിടണ്ട, അയച്ചിട്ടാ മതി. അത് കേട്ട് അവൾ ഞെട്ടിക്കൊണ്ട് ശിവനെ നോക്കി. അവൻ അവളെ നോക്കാതെ ഫോണിൽ നോക്കി നിൽക്കുന്നത് കണ്ടതും അവൾ ഒന്നും മിണ്ടാതെ മുടി അയച്ചിട്ടു. അരയോളമുള്ള നല്ല കറുത്ത മുടിയായിരുന്നു അവൾക്ക്. നെറുകയിൽ സിന്ദൂരം ഇടാൻ വേണ്ടി എടുത്തതും അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി. അതൊന്നും വേണ്ട, നീ ഇത്രയും നാൾ എങ്ങനെയാണോ പോയത് അങ്ങനെ തന്നെ ആവട്ടെ. അതും പറഞ്ഞ് അവളെ നോക്കാതെ കിടക്കയിലിരുന്ന് ഫോണിൽ നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു. അവളൊരു കുഞ്ഞു പൊട്ടും തൊട്ട് അവനെ നോക്കി. അവൻ ശ്രദ്ധിക്കുന്നേ ഇല്ലാന്ന് കണ്ടതും മുറിയിൽ നിന്നും ഇറങ്ങാൻ വേണ്ടി പുറപ്പെട്ടതും നിൽക്ക്, നീ കൺമശിടാറില്ലേ? അവന്റെ അടുത്ത ചോദ്യം വന്നതും അവളൊന്ന് ഞെട്ടി അവനെ നോക്കി. അത് ഇടാറില്ല, അവൾ താഴ്ന്ന സ്വരത്ത് പറഞ്ഞതും അലമാരയുടെ താഴെ തട്ടിലുണ്ട്, അവിടെ ആഭരണങ്ങളുമുണ്ട്. അത് കേട്ടതും അവളൊന്ന് ഞെട്ടി. അതെല്ലാം എനിക്ക് അവൾ അത്ഭുതത്തോടെ നിന്നു. നിനക്ക് വേണ്ടി വാങ്ങിയത് തന്നെയാണ്, അത് നീ തന്നെ ഉപയോഗിക്കണം. ഫോൺ നോക്കിയാണ് അവൻ അതെല്ലാം പറയുന്നത്. അവൾ അലമാര തുറന്നു അതെല്ലാം പുറത്തേക്കെടുത്തു. കൺമഷി കയ്യിലെടുത്ത് അവൾ അവനെ നോക്കി. അവൻ അവളെ നോക്കുന്നേയില്ല. അവൾ കൺമഷിയെടുത്ത് കണ്ണെഴുതി മുഖത്തൽപ്പം പൗഡറുമിട്ടു. ഒന്നും കൂടി ഭംഗി കൂടിയ പോലെ തോന്നി അവൾക്ക്. ഫുൾ സ്ലീവ് ആയതുകൊണ്ട് കയ്യിലൊന്നും തന്നെ ഇട്ടില്ല. കാതിൽ കിടക്കുന്ന ഒരു കുഞ്ഞു കമ്മലൂരി 2 ജിമിക്ക് കമ്മലും ഇട്ടു. അവൾ തന്നെ അത്ഭുതത്തോടെ അവളെ കണ്ണാടിയിലേക്ക് നോക്കി. ശിവൻ അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് എന്താ പറയുക എന്നറിയില്ല. ഞാനും ആഗ്രഹിച്ചിരുന്നു ഇതുപോലെ ഒന്ന് ഒരുങ്ങി നടക്കാനും നല്ല വസ്ത്രങ്ങൾ ഇടാനുമെല്ലാം. പക്ഷേ എല്ലാം വെറുതെ സ്വപ്നമാണെന്ന് വിചാരിച്ച് ഞാൻ ഉള്ളിലൊതുക്കി. പക്ഷേ പെട്ടെന്നൊരു ദിവസം ഇങ്ങനെയല്ല. എനിക്ക് എന്താ പറയാ എന്നറിയില്ല. കണ്ണാടിയിലേക്ക് നോക്കി അവളത് സ്വയം ഉള്ളിൽ പറയുമ്പോൾ അവളുടെ കണ്ണുകളൊന്ന് നിറഞ്ഞു. അവൻ ശ്രദ്ധിക്കുന്നു എന്ന് തോന്നിയതും പെട്ടെന്ന് കണ്ണുകൾ തുടച്ചു. ഈ ബാഗും ചെരുപ്പും കൂടെ ഇടാം, ഇല്ലെങ്കിൽ അടുത്തത് അതിനാവും. അലമാരയിലുള്ള ബാഗ് എടുത്തുകൊണ്ട് അവനെ നോക്കിയതും അവന്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി തട്ടിക്കളിക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. അത് കണ്ട് അവൾക്കും എന്തോ ഒരു സന്തോഷം വന്നു നിറഞ്ഞു. ഒരു പുഞ്ചിരിയോടെ തന്നെ ആ ചെരുപ്പും അവൾ ഇട്ടു. ഒരു സിമ്പിൾ ചെരുപ്പായിരുന്നു. ബാഗിലേക്ക് അവളുടെ ബുക്കുകളും വെച്ചു. എല്ലാം കഴിഞ്ഞപ്പോൾ അവൾ തന്നെ അവളെ കണ്ണാടിയിലേക്ക് ഒന്ന് നോക്കി നിന്നു. ശേഷം ശിവനെ തിരിഞ്ഞു നോക്കി. എന്താ പറയേണ്ടത് എന്നറിയാതെ അവനെ നോക്കിയതും കോളേജിലേക്ക് ഞാൻ കൊണ്ടുവിടാം. അവൻ അതും പറഞ്ഞ് എണീറ്റു. കണ്ണാടിയിൽ പോയി അവന്റെ മുടിയെല്ലാം ഒന്ന് ശരിയാക്കി. അത് കേട്ട് അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി നിന്നു. കണ്ണാടിയിൽ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ ഇറങ്ങി. അവന്റെ കൂടെ തന്നെ അവളുമുണ്ട്. അവർ കോണിപ്പടികൾ ഇറങ്ങി വരുമ്പോൾ ഹാളിൽ ഭക്ഷണം കഴിക്കുവാണ് എല്ലാവരും. മേശമേൽ നിന്നും നേരെ നോക്കിയാൽ അവരെ കാണുന്നിടത്തായിരുന്നു ആതിര ഉള്ളത്. വെറുതെ അവിടേക്ക് നോക്കിയ ആതിര കാണുന്നത് ഇറങ്ങി വരുന്ന പാറുവിനെയും ശിവനെയുമാണ്. പാറുവിനെ കണ്ടതും പെട്ടെന്ന് കഴിക്കുന്ന ഫുഡ് നെറുകയിൽ കയറി അവളൊന്ന് ചുമച്ചു. ഒന്ന് പതിയെ കഴിക്കണ്ട ആദി മോളെ. ആദി അവൾക്ക് വെള്ളമെടുത്തു കൊടുത്തതും അവളത് ഒറ്റയിരിപ്പിന് കുടിച്ചു. മുത്തശ്ശി, ഇതൊന്നുമല്ല, ജീവിതത്തിൽ ഒരിക്കലും കാണില്ലെന്ന് വിചാരിച്ച് പലതും കണ്ടതിൻ്റെയാണ്. നീ എന്തൊക്കെ ആതിര ഈ പറയുന്നേ? ഒന്ന് തിരിഞ്ഞ് ആ കോണിപ്പടിയിലേക്ക് നോക്ക്, ആരാ വരുന്നത് എന്ന്. അത് പറഞ്ഞ് അവൾ താടിക്ക് കൈവച്ച് അവരെ നോക്കി. അവളുടെ സംസാരം കേട്ട് അവരെല്ലാം തിരിഞ്ഞു നോക്കി. ശിവന്റെ കൂടെ ഇറങ്ങി വരുന്ന പാറുവിനെ കണ്ടതും എല്ലാവരും ഞെട്ടിയിരുന്നു. അവർ വന്നു ടേബിളിന്റെ അവിടെ എത്തിയതും എല്ലാവരും അവളെ നോക്കി നിൽപ്പാണ്. ഗീതക്ക് അത് കണ്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവളുടെ അവസ്ഥ കണ്ട് നീത അവളുടെ കയ്യിൽ പിടിച്ച് കണ്ണടച്ച് കാണിച്ചു. പാറുമോളെ, സുന്ദരിയായിട്ടുണ്ടല്ലോ. പാനുവമ്മ അവളെ കണ്ടതും സന്തോഷത്തോടെ പറഞ്ഞു. ആദി അപ്പോഴും അവളെ തന്നെ മീച്ചു നോക്കി നിൽപ്പാണ്. ഇത് മോൾക്ക് നന്നായി ചേരുന്നുണ്ട്.
നന്ദി മുത്തശ്ശി. രണ്ടുപേരുടെയും നേരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ പറയുക, എൻ്റെ പാറുവേ സുന്ദരിയായിട്ടുണ്ട്. ഹാദിര ഒരു ചിരിയോടെ പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു. ഇന്ന് കോളേജില്ലേ മോളെ, പെട്ടെന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക്. വിശ്വനാഥൻ അത് പറഞ്ഞതും ശിവൻ അവിടെ ഇരുന്നു. അവന്റെ തൊട്ടപ്പുറത്ത് അവളിരുന്നതും ഗീത എണീറ്റ് ദേഷ്യത്തിൽ മേശമേൽ കൈയടിച്ചു. അവളുടെ പ്രവൃത്തി കണ്ട് എല്ലാവരും അവളെ നോക്കി. അവൾ ദേഷ്യത്തോടെ അവിടെ നിന്നും എണീറ്റു പോയി. മോളെ, മോളെ. അവൾ അതൊന്നും കേൾക്കാൻ നിൽക്കാതെ ദേഷ്യത്തോടെ അവിടെ നിന്നും പോയിരുന്നു. എന്റെ മോള് എണീറ്റപ്പോ നിനക്ക് സന്തോഷമായില്ലേ? നീത ദേഷ്യത്തോടെ പാറുവിനോടായി പറഞ്ഞു. നീതേ, ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെയാണോ പറയേണ്ടത്? അമ്മക്കല്ലെങ്കിലും പ്രിയം ഇവളെയാണല്ലോ. എന്റെ മോളുടെ വേദന ആർക്കും കാണണ്ടല്ലോ. അതും പറഞ്ഞ് ദേഷ്യത്തിൽ നീതയും എണീറ്റു പോയി. പാറു അത് കണ്ട് അവരെ നോക്കി നിൽക്കേ. മോള് കഴിച്ചോ, ടൈം വൈകും. ഭദ്രൻ അത് പറഞ്ഞതും അവളൊന്ന് മൂളി. ഓ, അപ്പോഴും നിങ്ങൾ അവളെ തീറ്റിക്കാൻ നോക്കുവാണല്ലേ? എനിക്കും ഭക്ഷണം വേണ്ട. സുമയും ദേഷ്യത്തോടെ പോയി. വേണമെന്നുള്ളവർ മാത്രം കഴിച്ചാൽ മതി. മുത്തശ്ശി ദേഷ്യത്തിൽ അത് പറഞ്ഞു. ബാക്കിയുള്ളവർ ഒന്നും മിണ്ടാതെ ഭക്ഷണം കഴിച്ചു. തുടരും.